നീറ്റുകയൊക്കെ എങ്ങനെയാണ് കുമ്മായാക്കാൻ കഴിയുക അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കുമ്മായം ആയിട്ട് തന്നെ വാങ്ങാൻ പറ്റും. എന്നാൽ ഇതുപോലെ നീറ്റുകയൊക്കെ നീറ്റി അത് മരങ്ങൾക്ക് ഇടുന്നതായിരിക്കും കൂടുതലും നല്ലത്. കാരണം ഇപ്പോൾ പലതിലും പല മായങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡോളോമൈറ്റ് ആയാലും ഇടാം, അതല്ലെങ്കിൽ നീറ്റുകയൊക്കെ ആയാലും ഇടാം. പക്ഷെ ഡോളോമൈറ്റിനേക്കാളും പുളിരസം, ആ മണ്ണിൻ്റെ പുളിരസം ഊറ്റിയെടുക്കുന്നതിൽ കുമ്മായാണ് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുമ്മായം ആണ് ഇതുപോലെ നീറ്റുകയൊക്കെ കുമ്മായാക്കി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ, അതല്ലെങ്കിൽ ഇതുപോലെ അർബാനയിലോ നമുക്ക് കൊണ്ടുപോയി ഇടാനായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ അർബാന യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അർബാനയിൽ നീക്കിയിട്ടതിന് ശേഷം, വിടർത്തിയിട്ടതിന് ശേഷം അതിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഒന്ന് നല്ല തറവായിട്ട് മിക്സ് ചെയ്താൽ, അധികം ആവശ്യമില്ല, എന്നാൽ ഒട്ടും വളരെ കുറവും ആയിട്ട് വേണ്ട. അപ്പോൾ ആവശ്യത്തിന് നന്നായിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വിടർത്തിയിടാം. രാസപരമായി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കാൽഷ്യം ഓക്സിഡൈസുമായിട്ട് ജലത്തിൻ്റെ രാസപ്രവർത്തനത്തിലൂടെ ചുണ്ണാമ്പ് അഥവാ കുമ്മായം നമുക്ക് ലഭിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. പുളിരസമുള്ള മണ്ണാണെങ്കിൽ ചെടികൾക്ക് എളുപ്പം മൂലകങ്ങൾ വലിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ കുമ്മായം ഇടുമ്പോൾ അത് കൂടുതൽ എളുപ്പമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, ഈ കുമ്മായം വാങ്ങുമ്പോൾ പൊടി കുറഞ്ഞത് വാങ്ങാൻ നോക്കണം. ഓക്കെ, അതല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടി അതിന് എഫക്റ്റ് നമുക്ക് പൊടി കുറഞ്ഞത് വാങ്ങുമ്പോഴാണ് കിട്ടുക എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതാ പച്ചവെള്ളം ഒഴിച്ചാൽ മതി. ചൂടുണ്ടാവും, നല്ല ചൂടുണ്ടാവും. ചൂടുവെള്ളം ഒഴിക്കാം, പച്ചവെള്ളം ഒഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചവെള്ളമാണ്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് അതുപോലെ ഒന്നും കൂടി നല്ല മിക്സ് ചെയ്ത് കുഴച്ച് അത് കൈ കൊണ്ട് ഒഴിക്കാൻ തുടരരുത്, നല്ല ചൂടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിതുപോലെ എന്തെങ്കിലും വേറൊരു വസ്തു ഉപയോഗിച്ചിട്ട് നല്ലോണം കൂട്ടിയിടാം. ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഷീറ്റോ പേപ്പറോ തുണിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിതൊന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൈ കൊണ്ടും തൊടാൻ പാടില്ല, പിന്നെ നല്ല പുകയുണ്ടാവും. അപ്പോൾ കണ്ണും ശ്രദ്ധിക്കണം. ഇത് രണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് പ്രശ്നമാണ്. നല്ല പൊള്ളലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ പറഞ്ഞത്, നല്ല പുകയുണ്ടാവും. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല രസമാണ്. ഇതിങ്ങനെ പൊടിഞ്ഞ് ഈ കക്കയായിരുന്ന സാധനങ്ങളെല്ലാം നല്ല ഒന്ന് ആദ്യം തന്നെ വൈറ്റ് ആയിരുന്നത് കുറച്ചും കൂടി ഒരു ആഷ്, ഒരു തവിട്ട് നിറത്തിൽ വരും. അതിന് ശേഷം അത് പൊടിഞ്ഞ് നല്ല തൂവെള്ള കളറുള്ള നൈസ് പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് പൊടിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ചൂടാറാനായിട്ട് നല്ലോണം സമയം കൊടുക്കണം. ചൂടാറാനായിട്ട് ഒരു ഏകദേശം 2 മണിക്കൂർ മിനിമം വേണ്ടി വരും. മിനിമം 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. എന്നതിന് ശേഷം നമുക്ക് ചെടികളുടെ ഇടയിൽ കൊടുക്കാം. അപ്പോൾ തെങ്ങിനായാലും മറ്റു ചെടികൾക്കായാലും കാൽഷ്യം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. അപ്പോൾ ഈ കാൽഷ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെന്തായാലും ചെയ്യുന്നത്. അപ്പോൾ കാൽഷ്യം കിട്ടിയാലാണ് കൂടുതൽ നല്ല കുലകൾക്കായാലും നല്ല ഇലകൾക്ക് നല്ല പച്ച നിറം കിട്ടാനായാലും ഈ കുമ്മായം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നല്ലവണ്ണം പുകയുന്നത് നമ്മൾ ശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. ഒന്നാമത് ഇതിന് നല്ല ചൂടായിരിക്കും, പിന്നെ രണ്ടാമത് ഇത് പുകഞ്ഞു വരുന്ന ഇത് കാർബൺ ഡൈ ഓക്സൈഡാണ്, അതായത് CO2. അപ്പോൾ അതെന്തായാലും കുട്ടികളെല്ലാം കാണാൻ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അവരെല്ലാവരും മാറ്റി നിർത്തിയതിന് ശേഷം മാത്രമാണ് ഇത് നല്ലവണ്ണം പുകയാനായിട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലവണ്ണം പൊടിയാണ് കേട്ടോ. 2 ചാക്കോളം ഇട്ടിരുന്ന നമ്മുടെ കുമ്മായം ഇപ്പോൾ നല്ലവണ്ണം നീറ്റുകാക്ക ഇപ്പോൾ നല്ലവണ്ണം ഒരു ചാക്കോളം എക്സ്ട്രാ നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ടായിട്ട് വരും. പൊടിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി നല്ലോണം കൂടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം സ്മൂത്ത് ആയിട്ടുള്ളൊരു പൊടി നമുക്ക് കിട്ടി. ഉച്ചയ്ക്കായിരുന്നു നമ്മൾ ഈ പരിപാടികളെല്ലാം ചെയ്ത് വെച്ചിരുന്നത്. ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ലോണം ചൂടെല്ലാം അറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നേരെ പറമ്പിലേക്ക് ഇറങ്ങാം. പറമ്പിൽ ഒരുവിധം എല്ലാ മരങ്ങളും നമ്മൾ തടം തുറന്ന് വെച്ചിട്ടുണ്ട്. തെങ്ങ്, അടയ്ക്കാമരം, ജാതി, അങ്ങനെ ഒരുവിധം എല്ലാം, റംബൂട്ടാൻ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എല്ലാ മരത്തിൻ്റെ ചുറ്റിലും ആവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പഴയതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് ബാക്കിയുള്ള വളങ്ങളെല്ലാം ഇടുന്നത്. എല്ലുപൊടിയും ബൂസ്റ്റർമീലും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഇതിടുകയാണ്. ബാക്കി വളങ്ങൾ ഇട്ടതിന് ശേഷം ഇത് എല്ലാം മൂടും. അപ്പോൾ കന്നിമാസത്തിൽ തുലാമഴ വരുമ്പോഴേക്കും ഇതെല്ലാം മൂടണം. തുലാമഴ കൊള്ളാൻ പാടില്ല എന്നാണ് മുത്തശ്ശിയും എല്ലാം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തുലാത്തിന് മുന്നേ നമ്മൾ ഇതെല്ലാം അടച്ചിട്ടതിന് ശേഷം, അതായത് തടം മൂടിയതിന് ശേഷം ആണ് ബാക്കി കാര്യങ്ങൾ കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ.
വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാം കമൻറ്റ് ചെയ്യുക. ബാക്കി കുറച്ചും കൂടി വിവരങ്ങൾ അറിയുന്നവർ കുറച്ചും കൂടി ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.